വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനലിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻട്രോയിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും വിചാരിക്കും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്, പക്ഷെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് മാർച്ച് 16 ആണ്. എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ് മാർച്ച് 16 17. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജാണ്. നമുക്കെല്ലാവർക്കും കോളേജിലൊരു ഗ്യാങ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഗ്യാങ്ങിൽ നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫ്രണ്ടും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇതും. എൻ്റെ വളരെ പ്രിയപ്പെട്ടൊരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇതിപ്പോൾ തലേ ദിവസം നമുക്ക് അവൾക്ക് മെഹന്തി ഇടണം. അപ്പം ഞാനല്ല മെഹന്തി ഇടുന്നത്, എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഞാനും അവളും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അവൾ ഓൾമോസ്റ്റ് മെഹന്തി ഇടാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ എത്തിയത്. എന്നാലും സംഭവം കറക്റ്റ് ടൈമിൽ തന്നെ, കാരണം മെഹന്തി നല്ല രീതിയിൽ നമുക്കത് ചുവന്നിങ്ങനെ വരണം. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ലേറ്റ് ആയെങ്കിലും നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ അവിടെ എത്തി മെഹന്തി ഇടാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഇങ്ങനെയുള്ള കലാവിരുദ്ധകളൊക്കെ അറിയാവുന്നത് അനുവിനാണ് കേട്ടോ. അപ്പോൾ അനു ആണ് മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കും മെഹന്തി ഇടാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ അന്ന് അവളുടെ വെഡ്ഡിങ് ആയതുകൊണ്ട് എനിക്ക് കുറച്ചെങ്കിലും മെഹന്തി ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അടിപൊളിയായിട്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞു. മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ബ്രൈഡ്, ഇതാണ് നമ്മുടെ ആർട്ടിസ്റ്റ്. ഇവിടെ കയ്യിലൊക്കെ മെഹന്തി ഇട്ടുകൊണ്ട് അവൾക്ക് ഫുഡ് വാരി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളും ആ ടൈമിലിരുന്ന് അപ്പം തന്നെ ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് മെഹന്തി ഇട്ടിട്ടില്ല ആ ടൈമിൽ. അപ്പം അങ്ങനെ നെക്സ്റ്റ് അങ്ങനെ എനിക്ക് മെഹന്തി ഇടാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ വളരെ കുറച്ചായിട്ടാണ് മെഹന്തി ഇട്ടത്, കാരണം എനിക്ക് മെഹന്തി ഇടുന്നത് അത്രയ്ക്ക് എനിക്കിഷ്ടമല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇട്ടു. അപ്പോഴത്തേക്കും ഈവനിങ് ഫംഗ്ഷൻ തുടങ്ങാനുള്ളൊരു ടൈം ആയതുകൊണ്ട് അവളും മെഹന്തി അവളുടെ കഴുകി കളഞ്ഞു. എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത്? ഞങ്ങൾക്ക് തന്നെയില്ലേ? അതാ കഴിച്ചോന്നാ. ഈവനിങ് ഫംഗ്ഷൻ തുടങ്ങാനുള്ളൊരു ടൈമൊക്കെ ആയി. അപ്പോൾ അനു തന്നെ അവൾ ഈവനിങ് ഒരു ലൈറ്റ് മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചിട്ട് മേക്കപ്പ് എല്ലാം പയ്യെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓൾമോസ്റ്റ് അപ്പോഴേക്കും ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്വാഭാവികമായിട്ടും റെഡിയായി കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്നായിരുന്നു എൻ്റെ നെക്സ്റ്റ് കലാപരിപാടി. ആ ടൈമിൽ ബ്രൈഡ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റിൽ തന്നെ റെഡിയായി കഴിഞ്ഞു, കാരണം എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും വേണമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ അവളോട് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ ടെൻഷനൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇവൾ വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ, കാരണം അവൾക്കൊരു വാവയുണ്ട്. അപ്പം അതുകൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് സ്കൂൾ പിള്ളേർ ബാഗ് ഇട്ടിട്ട് മിസ്സേ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്ന പോലെ എനിക്കിത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തോന്നുന്നത്. അപ്പോഴേക്കും വൈകുന്നേരം ഒരു നൈറ്റൊക്കെ ആയി. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നു, അവളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ ഗ്യാങ്ങിലെ ടീച്ചറാണ് ഗൈസ് ഇത്. ഹായ് പറയൂ. പൊട്ടുണ്ടായിരുന്നു, ശിവപ്പൊട്ടൊക്കെ പോയി. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പുടവ കൊണ്ടുവരുന്ന സമയത്ത് അവളത് വാങ്ങിക്കുന്നത് എനിക്ക് കാണണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാത്രം എനിക്ക് കാണാൻ പറ്റിയില്ല, കാരണം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴി അറിയാണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവളെ പിക്ക് ചെയ്യാൻ പോയതുകൊണ്ട് അതെനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ വന്ന ടൈമിൽ തന്നെ കറക്റ്റ് കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു ടൈമിലായിരുന്നു അവൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരപ്പം തന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അന്ന്. കല്യാണത്തലേന്ന് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അന്ന് അവിടെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങണം. ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും കുറച്ചധികം ലേറ്റായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം.
അങ്ങനെ വെഡ്ഡിങ് ഡേ, അവളുടെ ബിഗ് ഡേയിലേക്കാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു താലികെട്ട്. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു യെല്ലോ ബ്ലാക്ക് സാരി ആയിരുന്നു. ഞങ്ങളുടെ ഗ്യാങ്ങിൽ അന്ന് എല്ലാവരും സാരി, ധാവണി അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇട്ടത്. ഫൈനലി അവളങ്ങനെ എത്തി. കുറേ നേരമായി പാവം കാറിൽ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ആ ടൈം ആകുമ്പോഴാണല്ലോ നമ്മൾ അകത്തേക്ക് കൊണ്ടുവരുന്നത്. कन्या कनक संपन्ना सर्वाभरण भूषिता दासी विश्ववेदिक्या ब्रह्मलोक चिवर्षया विश्वम्बर सर्वभूषाणा साक्षिण्यां सर्वदेवता मां कन्या प्रदास्यामि पितॄणां तरणे च क्षमयतु ഇങ്ങനെ കൈയെടുത്ത് ചേട്ടൻ്റെ കൈയെടുത്ത് പന്ത്രണ്ടിനും 12:20 എഴുതി വെച്ചോ വേണമെങ്കിൽ. 20 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ പൊന്നുരുന്തി ശ്രീനാരായണ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം. ഇപ്പം നിങ്ങൾ ഈ കേട്ട വോയിസ് അവൾ എന്നെ കല്യാണം ക്ഷണിച്ച സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചൊരു വോയിസാണ്. അപ്പോൾ എനിക്കത് വളരെ സ്പെഷ്യലായിട്ട് തോന്നിയതുകൊണ്ട് താലി കെട്ടുന്നൊരു മൊമെൻറ്റിൽ ഞാൻ അത് ആഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് തൊട്ടടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിലേക്കാണ് കേട്ടോ. നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയ ടൈമിൽ തന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി ഞങ്ങളും ഫോട്ടോസ് എടുത്തു. ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. കാരണം റിസപ്ഷൻ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാം. യെസ്, അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ അനു തന്നെയാണ് അവിടെ മേക്കപ്പ് ചെയ്തത്. എൻ്റെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ റിസപ്ഷന് പോവുകയാണ്. അപ്പോൾ റിസപ്ഷൻ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ റിസപ്ഷന് ഇട്ടത് ഈ ഒരു ബ്ലാക്ക് സാരി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴും ഓൾമോസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളും എടുക്കലെല്ലാം എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കേക്ക് കട്ടിങ് എല്ലാം ചെയ്തു. പിന്നെ അത് അവളുടെ ഫാമിലിയും ചേട്ടൻ്റെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് കയറി. ഞങ്ങളുടെ കോളേജ് ഗ്യാങ്ങിൽ ഇനിയും ഒരു 2 പേരും കൂടി വരാനുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വരാൻ പറ്റാതിരുന്നുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് അപ്പോൾ ചേട്ടൻ അവിടെയുള്ള കേക്ക് എടുത്തോ കഴിച്ചോ എന്നൊക്കെയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം വന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഔട്ട്ഫിറ്റ്. ഒരു ബ്ലാക്ക് കളർ സാരി ആയിരുന്നു റിസപ്ഷന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ആയിരുന്നു. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു തെറ്റാമ്പ് ബൈ പറയാണ്. അങ്ങനെ മാർച്ച് 17, 2024 എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജ് കഴിഞ്ഞു. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു.
ഇതായിരുന്നു അവരുടെ മോർണിംഗിൽ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ്. ഇതവരുടെ റിസപ്ഷൻ ഫോട്ടോസാണ്. എൻ്റെ ലൈഫിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് കൂടി അങ്ങനെ കടന്നു പോയിരിക്കുകയാണ്. അപ്പം ഇതെൻ്റെ കോളേജ് ഗ്യാങ്ങാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഓരോരുത്തരുടെയും കല്യാണം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ അടുത്ത നെക്സ്റ്റ് ആരാണ്, അതെപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ ഒരു 2 ദിവസം നല്ല രീതിയിൽ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. എല്ലാവരും അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ മൊമെൻറ്റ്സും അത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.